അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം ഇസ്രായേൽ ഖത്തർ വിഷയമാണ്. അഥവാ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാകും, ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം, അക്രമരാഷ്ട്രം, യാതൊരു പ്രകോപനവും കൂടാതെ ഖത്തർ എന്ന് പറയുന്ന ആ അറബ് രാഷ്ട്രത്തെ അടിച്ച സംഭവം, അവിടെ സ്ഫോടനം നടത്തിയ സംഭവം, അതിൻ്റെ ഫലമായിട്ട് അവിടെ കുറേ ആളുകൾ മരിക്കുകയും കുറേ ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. അതിന് വിശദമായ റിപ്പോർട്ട് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം നടന്നിട്ടുള്ളത്. ഖത്തർ ഇനി അതിനെ റിയാക്ഷൻ ചെയ്യുമോ, എന്താണ് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് പിന്നെ കണ്ടറിയേണ്ടതാണ്. അപ്പം ഇവിടെ ഇസ്രായേൽ അതിന് പറയുന്ന ന്യായീകരണം, ഞങ്ങൾ സ്ഫോടനം നടത്തിയ ആ കെട്ടിടത്തിൽ ഹമാസ് തീവ്രവാദികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹമാസിന്റെ ആളുകൾ ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ആ വധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഹമാസിന്റെ ആളുകളുണ്ട്. പക്ഷേ ഹമാസിന്റെ ആളുകളെ അവിടെ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട്, ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം നിർത്താൻ വേണ്ടിയുള്ള ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ചതിയിലൂടെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. എന്നിട്ടാണ് ഈ ആക്രമിക്കുന്നത്. അപ്പൊ ചതി നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല, അതാര് ചെയ്താലും. മാത്രമല്ല, ഖത്തർ എന്ന് പറയുന്നത് ഒരു പരമാധികാര രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന്റെ അനുവാദമില്ലാതെ ആ രാഷ്ട്രത്തിലേക്ക് കയറി അടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപലപനീയമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പുതുമയുള്ള കാര്യമല്ല. കാരണം അവര് നീതിയും ന്യായവും നോക്കാത്ത ആളുകളാണ്. വംശീയ ഹത്യയാണ് അവരുടെ ലക്ഷ്യം. അതാണ് നമ്മൾ ഫലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവിടെ ന്യായവും ന്യായീകരണമൊന്നുമില്ല. അവർ പറയുന്നത് തന്നെ ന്യായം. അവർ കൊല്ലുക എന്ന് പറഞ്ഞാൽ കൊല്ലുക. ആരെയാണോ അവർ ടാർഗറ്റ് ചെയ്യുന്നത് അവരെ കൊല്ലുക. ഇതാണ് അവിടെ ലക്ഷ്യം. അവിടെ നീതിയും ന്യായവുമൊന്നുമില്ല. അതിനവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കാരണം 2023 ഒക്ടോബർ 7 ഞങ്ങളാളുകളെ അവർ കൊന്നില്ലേ എന്നുള്ളതാണ്. ഹമാസിന്റെ ആളുകൾ, ശരിയാണ്. ഹമാസിന്റെ ആളുകൾ 2023 ഒക്ടോബർ 7 ഇസ്രായേൽ എന്ന രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെയുള്ള കുറെ ആളുകളെ വധിക്കുകയും കുറെ ആളുകളെ ബന്ധനസ്ഥരാക്കി പിടിക്കുകയും ചെയ്തു. അത് കൃത്യമായ കണക്ക് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ കുറേ എന്ന് പറയാൻ കാരണം. 1000-ഓളം എന്ന് കേൾക്കുന്നു. എന്തായിരുന്നാലും ആ സംഭവം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒക്ടോബർ 7 മുമ്പുള്ള ചരിത്രം, ഇസ്രായേലിന്റെയും ഫലസ്തീന്റെയും ചരിത്രം എടുത്ത് നാം പരിശോധിച്ചാൽ ഇതുപോലെ എത്രയോ ഒക്ടോബറുകൾ ഇസ്രായേൽ അവിടെ ആവർത്തിച്ചിട്ടുണ്ട്. ഫലസ്തീനിൽ എത്രയോ തവണ. അതിന്റെ വീഡിയോകളൊക്കെ എന്നും യൂട്യൂബിൽ ലഭ്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സൗദി അറേബ്യയിൽ ചെല്ലുന്ന ആ കാലഘട്ടത്തിൽ 10-35 വർഷം മുമ്പ് അവിടെ അഭയാർത്ഥികളായി വന്ന ഫലസ്തീനികളുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവർ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ജൂതന്മാരുടെ കിരാത ഭരണം, ക്രൂരതകൾ, ഒരു കാരണവും കൂടാതെ നിരപരാധികളായ ഫലസ്തീനികളെ ആക്രമിക്കുന്ന ആ കഥ, ആ സംഭവം അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, 35 വർഷം മുമ്പ്. അപ്പൊ ഇസ്രായേലിന്റെ ഈ ക്രൂരത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഫലസ്തീനികൾക്കെതിരിൽ. അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിന് മാത്രം എന്ത് തെറ്റാണ് ആ ഫലസ്തീൻ ജനത ഇവരോട് ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവിടെയും ഇവിടെയൊക്കെയുള്ള ജൂതന്മാരെ
പാശ്ചാത്യർ കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തി. അപ്പോൾ അവർക്ക് ഭൂമി നൽകിയ ആളുകളാണ് ഫലസ്തീനികൾ. അന്ന് ഒരു എതിർപ്പുണ്ടായിരുന്നില്ല. പിന്നെ ഇവരുടെ ഭാഗത്തു നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്, പിന്നെ അക്രമം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഖത്തറിൽ നടന്ന ആ സംഭവം, അതിനവർ പറയുന്ന ന്യായീകരണം ശരിയല്ല എന്നുള്ളതാണ്. കാരണം അതിനു മുമ്പ് എത്രയോ സംഭവങ്ങൾ ഇവർ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് യൂട്യൂബിൽ തന്നെ ആ വീഡിയോ കാണാൻ കഴിയും. അപ്പോൾ നിരന്തരമായി പീഡനം അനുഭവിച്ചതിൻ്റെ റിയാക്ഷനാണ് ഒക്ടോബർ 7-ാം തീയതി ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചരിത്രത്തിൽ, നിഷ്പക്ഷമായ ചരിത്രത്തെ എതിർക്കുന്ന ഏതൊരാൾക്കും. അപ്പോൾ ഇനി അറബ് രാജ്യങ്ങൾ അതിനെതിരിൽ എന്ത് നടപടിയാണ് എടുക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. അവർ പ്രതിരോധിക്കുമോ, ഫിസിക്കലായിട്ട് അതിനെ നേരിടുമോ, അതല്ല ചർച്ചയിലൂടെ പരിഹരിക്കുമോ, എന്താണ് എന്ന് പരിഹരിക്കാപ്പോൾ എന്താണെന്നുള്ളത്. അപ്പൊ എന്തായിരുന്നാലും നല്ലൊരു നാൾ ഉണ്ടാവട്ടെ. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. അത് ഏത് ഭാഗത്തു നിന്നുണ്ടായിരുന്നാലും. കാരണം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് സമാധാനത്തോടു കൂടിയും ശാന്തിയോടുകൂടിയും ജീവിക്കാനാണ്. എല്ലാ ആളുകളും, അല്ലേ? ജൂതരായാലും ശരി, അറബികളായാലും ശരി, ആരായാലും ആഗ്രഹിക്കുന്നതാണ് സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം. അപ്പോ അങ്ങനെയുള്ളൊരു നാൾ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം മനുഷ്യരെല്ലാവരും ഒരൊറ്റ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്.